മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇത് പറയുന്നത് ശനിദേവനെ പറ്റിയാണ്. ശനിദേവനെ പറ്റി എന്തെങ്കിലും ദോഷങ്ങൾ കേൾക്കാനാണ് ചിലർ കാത്തിരിക്കുന്നത്. രാശി മിഥുനമാണ്. മിഥുനത്തിലെ പകയിലും തിരുവാതിര പുണർദത്തിന് അദ്ദേഹം ദോഷങ്ങളും ചെയ്യാറില്ല, ഗുണഗണങ്ങളും ഉണ്ടാകും. ഒരു സംശയമുള്ള കാര്യമല്ല. അടുത്ത രാശി കന്യയാണ്. കന്യയിൽ ഉത്രം അത്തം ചിത്തിരയാണ്. അവർക്കും പെൻഡിങ്ങിലായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും അത് തകരാർ ചെയ്യില്ല അദ്ദേഹം. അടുത്ത തുലാമാണ്. തുലാത്തിലെ ചിത്തിര ചോദ്യ വിശാഖം. അവർക്ക് ഭവനയോഗവും ജോലി തടസ്സം മാറുകയും ഭവനയോഗം സാധ്യമാവുകയും ഒക്കെ ചെയ്തു കൊടുക്കും. വിശാഖത്തിനും അത് തന്നെയാണ്. ഭക്തി മാർഗത്തിലൂടെ പോകുന്ന വിശാഖക്കാർ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ നിയന്ത്രണ ഭാരവാഹിത്വം ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ധനുസ്സാണ്. ധനുസ് ഉഭയരാശിയാണ്. ഒരു അസ്ത്രം ഇത് കൊള്ളിക്കുന്ന ചിഹ്നമാണ് അവിടെ. അതിൽ ഏതെങ്കിലും കാര്യം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ മടിച്ചു തന്നവർ ഉണർവുണ്ടാകും. അവിടെ ശനി നിൽക്കുമ്പോൾ അവർക്ക് മേന്മയുണ്ടാകും. അദ്ദേഹത്തെയും അതിൻ്റെ കുടുംബത്തെയും അവൻ രക്ഷപ്പെടും. ഇത്തരത്തിലുള്ള ഗുണഗണങ്ങളുള്ളതാണ് ഈ നാലാമത്തെ രാശി. മിഥുനം, കന്നി, തുലാം, ധനു. ഈ 4 രാശി നല്ല രസമുള്ളതാണ്. ഗുണഗണങ്ങൾ ഉണ്ടാക്കുന്ന രാശികളാണ്. ദോഷങ്ങളൊന്നും തന്നെ ഇവിടെ പറയാനില്ല. അടുത്തത് 5ാമത്തെയും 6ാമത്തെയും രാശികൾ മകരവും കുംഭവുമാണ്. മകരവും കുംഭത്തിന്റെ പ്രത്യേകത, മകരത്തിൽ നിൽക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം. ഇവർക്ക് പ്രത്യേകതയുള്ള, ഇവർക്ക് ശനിദോഷം ഇല്ല. കാരണം ഇവരുടെ ജനിക്കുന്നത് ശനിക്ഷേത്രത്തിലാണ്. മകരം കുംഭം ശനിക്ഷേത്രമാണ്. അവർക്കും എന്തെങ്കിലും പെൻഡിങ്ങിലായിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക് തീർച്ചയായും ഗുണഗണങ്ങൾ ഉണ്ടാകും. അടുത്തത് കുംഭരാശിയാണ്. കുംഭത്തിൽ അറിയാമല്ലോ, നിറകുടമാണ്. നിറകുടം അതായത് എല്ലാം ക്ലിയറായിട്ടും പൂർണ്ണമായും വ്യക്തമായും സത്യസന്ധമായും ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണ് ഈ നിറകുടമായി കാണുന്ന കുംഭരാശിക്കാർ. അവിടെ വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതിക്കാർക്ക് അനുഗ്രഹ നേട്ടങ്ങളാണ് ഉണ്ടാകാനിരിക്കുന്നത്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായ കാര്യങ്ങൾ അതൊക്കെ മാറിപ്പോകും. ജോലി സാധ്യതകൾ, മംഗലേറ്റ് കിടക്കുന്ന പ്രൊമോഷൻ, ഇതെല്ലാം കുടഞ്ഞെഴുന്നേക്കും. അവർക്ക് സംഭവിക്കുന്നത് ഗുണഗണങ്ങളാണ്, സംശയമേ ഇല്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയുണ്ട്. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.